ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1992 ഫെബ്രുവരി മാസം 14-ാം തീയതി റിലീസ് ചെയ്ത ക്ലാഷ് റിലീസുകളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. 92 ഫെബ്രുവരി 14-ന് ആകെ 4 മലയാള ചിത്രങ്ങളാണ് ഒരേ ദിവസം റിലീസ് ചെയ്തത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്നും അവയുടെ ബോക്സ് ഓഫീസ് വിജയപരാജയങ്ങൾ എന്തായിരുന്നുവെന്നും നമ്മൾക്ക് നോക്കാം. 92 ഫെബ്രുവരി 14-ന് റിലീസ് ചെയ്ത ആദ്യത്തെ ചിത്രമായിരുന്നു ജഗദീഷ് സിദ്ദിഖ് കൂട്ടുകെട്ടിലൊരുങ്ങിയ മാന്ത്രിക ചെപ്പ്. മാധവ് മൂവീസിന്റെ ബാനറിൽ അനിൽ ബാബു സംവിധാനം ചെയ്ത ഈ ചിത്രം കോമഡി ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു. ആദ്യ പകുതി കോമഡിക്ക് പ്രാധാന്യം നൽകിയും രണ്ടാം പകുതി ആക്ഷനും ത്രില്ലിംഗ് മൊമെന്റ്സിനും പ്രാധാന്യം നൽകിയെടുത്തത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് തികച്ചും സർപ്രൈസ് ആയ ഒരു അനുഭവമായിരുന്നു മാന്ത്രിക ചെപ്പ് എന്ന ചിത്രം സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം കൈവരിച്ച ചിത്രമായിരുന്നു മാന്ത്രിക ചെപ്പ്. സോളോ റിലീസായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ചിത്രം ഹിറ്റ് സ്റ്റാറ്റസ് നേടേണ്ട ഒരു ചിത്രമായിരുന്നു. കലൂർ ഡെന്നിസ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ സുനിതയും സുചിത്രയുമായിരുന്നു നായികമാരായി വേഷമിട്ടത്. സായി കുമാർ, ചിത്ര, ദേവൻ, സൈനുദ്ദീൻ തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത മാന്ത്രിക ചെപ്പിന്റെ സംഗീത സംവിധാനം ജോൺസൺ ആയിരുന്നു നിർവഹിച്ചത്. 92 ഫെബ്രുവരി 14-ന് റിലീസ് ചെയ്ത രണ്ടാമത്തെ ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ കൗരവർ. ചാന്ദിനി ഫിലിംസിന്റെ ബാനറിൽ ജോഷി സംവിധാനം ചെയ്ത ഈ ഫാമിലി ആക്ഷൻ ത്രില്ലർ ചിത്രം മമ്മൂട്ടിയുടെ ആരാധകരെ വേണ്ടുവോളം തൃപ്തിപ്പെടുത്തിയ ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ മികച്ച കളക്ഷനിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രം മമ്മൂട്ടിയുടെ 92-ലെ ആദ്യത്തെ വിജയ ചിത്രം കൂടിയായി. AK ലോഹിതദാസ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ കന്നഡ സൂപ്പർ താരം വിഷ്ണുവർദ്ധൻ, മുരളി, തിലകൻ, ബാബു ആന്റണി, ഭീമൻ രഘു, അഞ്ജു തുടങ്ങി വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. മമ്മൂട്ടി അവതരിപ്പിച്ച ആന്റണി എന്ന കഥാപാത്രവും തിലകന്റെ അലിയാർ എന്ന കഥാപാത്രവും രണ്ടുപേരുടെയും കരിയറിൽ മികച്ച മൈലേജ് നൽകിയ വേഷങ്ങളായിരുന്നു. കൂടാതെ ബാബു ആന്റണിയും ഭീമൻ രഘുവും പോസിറ്റീവ് റോളുകളിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം കൂടിയായിരുന്നു കൗരവർ. പ്രമുഖ കേന്ദ്രങ്ങളിൽ 100 ദിവസം പിന്നിട്ട ചിത്രം കൂടിയായിരുന്നു കൗരവർ. SP വെങ്കടേഷ് ഇണമിട്ട മനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് മാറ്റുകൂട്ടിയ ഘടകങ്ങളിൽ ഒന്നായിരുന്നു. 92 ഫെബ്രുവരി 14-ന് റിലീസ് ചെയ്ത മൂന്നാമത്തെ ചിത്രമായിരുന്നു മുകേഷ് നായകനായി എത്തിയ എന്നോടിഷ്ടം കൂടാമോ. കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം രഘുനാഥ് പലേരിയായിരുന്നു നിർവഹിച്ചത്. ഹാസ്യത്തിന്റെ മേമ്പൊടിയിൽ പൊതിഞ്ഞ ഈ ക്യാമ്പസ് ഫാമിലി എന്റർടൈനറിൽ മധുബാലയായിരുന്നു നായിക വേഷം കൈകാര്യം ചെയ്തത്. മുദ്ര ആർട്സ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ സിദ്ദിഖ്, KPS ലളിത, ജനാർദ്ദനൻ, ഇന്നസെന്റ്, JD ചക്രവർത്തി, ഇളവേള ബാബു തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ദിലീപ് ആദ്യമായി ഗസ്റ്റ് റോളിൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ഈ ചിത്രം മുദ്ര ആർട്സ് ആയിരുന്നു നിർമ്മിച്ചത്. ഹാസ്യ കുടുംബ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകിയ എന്നോടിഷ്ടം കൂടാമോ അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം നേടിയ ചിത്രമായിരുന്നു. 4 ചിത്രങ്ങൾ ഒരേ ദിവസം റിലീസ് ചെയ്തത് എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് പെർഫോമൻസിനെ സാരമായി ബാധിച്ചു. മനോഹര ഗാനങ്ങളടങ്ങിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു നിർവഹിച്ചത്. ഇതിൽ വർണ്ണവസന്തമൊരുങ്ങിയ മണിമലയിൽ എന്ന ഗാനം 92-ൽ ഏറെ പോപ്പുലറായിരുന്നു. 92 ഫെബ്രുവരി 14-ന് തന്നെ റിലീസ് ചെയ്ത നാലാമത്തെ ചിത്രമായിരുന്നു മുരളി നായകനായി എത്തിയ ആധാരം. കൃപ ഫിലിംസിന്റെ ബാനറിൽ ജോർജ് കിറ്റോ സംവിധാനം ചെയ്ത ഈ ലോ കോസ്റ്റ് ചിത്രം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വൻ വിജയം നേടുന്ന കാഴ്ചയായിരുന്നു 92 ഫെബ്രുവരിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുവരെ ക്യാരക്ടർ റോളുകളും വില്ലൻ വേഷങ്ങളും മാത്രം കൈകാര്യം ചെയ്തിരുന്ന മുരളിക്ക് ആധാരം എന്ന ചിത്രത്തിലെ പരിക്കൻ നായകന്റെ വേഷം തന്റെ കരിയറിൽ ഏറെ മൈലേജ് നേടിക്കൊടുത്തു. സുരേഷ് ഗോപിയും വളരെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം ഒരുക്കിയത് AK ലോഹിതദാസ് ആയിരുന്നു. മതസൗഹാർദ്ദത്തെ പ്രമേയമാക്കിയെടുത്ത ചിത്രമായതുകൊണ്ട് തന്നെ കേരള സംസ്ഥാന സർക്കാർ ടാക്സ് ഫ്രീ ആയി പ്രഖ്യാപിച്ച ലോ ബഡ്ജറ്റിലെടുത്ത ഈ ചിത്രം റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ 92-ലെ തന്നെ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു. ഗീത, ജനാർദ്ദനൻ, സുധീഷ് എന്നിവരും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ജോൺസൺ സംഗീത സംവിധാനം ചെയ്ത മനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായക സംഭാവന വഹിച്ചു. ആകെ സമ്മറി നോക്കുമ്പോൾ കൗരവരും ആധാരവും വമ്പൻ വിജയങ്ങളായപ്പോൾ എന്നോടിഷ്ടം കൂടാമോ മാന്ത്രിക ചെപ്പ് ആവറേജ് വിജയം കൈവരിച്ചു. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ 75% ആണ്. ഇത്രയുമാണ് 94 ഫെബ്രുവരി 14-ന് റിലീസ് ചെയ്ത് ക്ലാഷ് റിലീസുകളായി മാറിയ ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.